വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മുതൽ 1925. 1905-ലാണ് പേഷ്കാർ കെ.പി. ശങ്കരമേനോൻ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള നടപ്പാതകളിൽ തീണ്ടൽ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചത്. വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് ദുരാചാരത്തിനെതിരെയായിരുന്നു? അസ്പൃശ്യത. ഒരു സമൂഹത്തിലെ ചില ജാതികളെ തൊടാൻ പാടില്ല, ഒപ്പം ഇരിക്കരുത്, ഒരേ വഴിയിലൂടെ നടക്കരുത്, ക്ഷേത്രം, പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കരുത് എന്ന് വിലക്കുകയും അവരെ താഴ്ന്നവരായി കാണുകയും ചെയ്യുന്ന സാമൂഹിക അനർത്ഥമാണ് അസ്പൃശ്യത. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. 1919 ശ്രീമൂലം പ്രജാസഭയിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവൻ. 1919 ശ്രീമൂലം പ്രജാസഭയിൽ എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് ടി.കെ. മാധവൻ. 1923 ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം നടന്നത് കാക്കിനാട. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. 1923 ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം നടന്നത് കാക്കിനാട്. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. 1924 ജനുവരി 24 എറണാകുളത്ത് വെച്ച് നടന്ന KPCC യോഗമാണ് ഐത്തോച്ചാടനത്തിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചത്. 1924 ജനുവരി 24 എറണാകുളത്ത് വെച്ച് നടന്ന KPCC യോഗമാണ് ഐത്തോച്ചാടനത്തിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം പൊതുവഴി പ്രവേശനം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന പ്രചോദകൻ ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന പ്രചോദകൻ ടി.കെ. മാധവൻ. പ്രധാന നേതാക്കൾ ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, ഇ.വി. രാമസ്വാമി നായ്ക്കർ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കുരൂർ നീലകണ്ഠപിള്ള. പ്രധാന നേതാക്കൾ ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, ഇ.വി. രാമസ്വാമി നായ്ക്കർ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കുരൂർ നീലകണ്ഠപിള്ള. വൈക്കം സമരത്തിന്റെ ഒന്നാം ദിവസം കുഞ്ഞാപ്പി ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവർ അവർണർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് മറികടന്നുപോയി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം നടന്ന രാജ്യം തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി. രാഘവയ്യ. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ടി. രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെട്ട പൂത്തോട്ട ശിവക്ഷേത്ര സംഭവത്തിൽ ഉൾപ്പെട്ട നേതാക്കൾ ടി.കെ. മാധവൻ, ആമച്ചാടി തേവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെട്ട പൂത്തോട്ട ശിവക്ഷേത്ര സംഭവത്തിൽ ഉൾപ്പെട്ട നേതാക്കൾ ടി.കെ. മാധവൻ, ആമച്ചാടി തേവൻ. വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിന് മർദ്ദനമേറ്റ് ആദ്യ രക്തസാക്ഷിയായത് ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് മർദ്ദനമേറ്റ് ആദ്യ രക്തസാക്ഷിയായത് ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് M.E. നായിഡു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് M.E. നായിഡു. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. പെരിയോർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. പെരിയോർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന നേതാവ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്തു പത്മനാഭൻ. 1924 നവംബർ 1 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്തു പത്മനാഭൻ. സവർണർ ഒപ്പിട്ട ഹർജി ശ്രീമൂലം തിരുനാളിന് നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. സവർണർ ഒപ്പിട്ട ഹർജി ശ്രീമൂലം തിരുനാളിന് നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി നൽകിയ പിന്തുണ നൈതിക പിന്തുണ. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ നേരിട്ട് പങ്കെടുത്തോ? ഇല്ല. വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന വേളയിൽ 1925 മാർച്ച് 10 വേമ്പനാട്ട് കായൽക്കരയിൽ സമ്മേളനത്തിന് പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന വേളയിൽ 1925 മാർച്ച് 10 വേമ്പനാട്ട് കായൽക്കരയിൽ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോബ ഭാവെ, യങ് ഇന്ത്യ എഡിറ്റർ ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നിവർ വൈക്കം സത്യാഗ്രഹ സമര പന്തൽ സന്ദർശനം നടത്തി.
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോബ ഭാവെ, യങ് ഇന്ത്യ എഡിറ്റർ ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്നിവർ വൈക്കം സത്യാഗ്രഹ സമരപന്തൽ സന്ദർശനം നടത്തി. വൈക്കം സത്യാഗ്രഹത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് അമ്മു സ്വാമിനാഥൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് അമ്മു സ്വാമിനാഥൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദളിത് വനിത ചക്കിലിയമ്മ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദളിത വനിത ചക്കിലിയമ്മ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഫലമായി തുറന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 പൊതുവഴികൾ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം 1925 നവംബർ 23-ന്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം 1925 നവംബർ 23-ന്. വൈക്കം സത്യാഗ്രഹത്തിന് വഴിയൊരുക്കിയ അടുത്ത പ്രധാന സമരം ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് വഴിയൊരുക്കിയ അടുത്ത പ്രധാന സമരം ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ഏത് പ്രസ്ഥാനത്തിന്റെ തുടക്കമായി കണക്കാക്കുന്നു? സംഘടിത അസ്പൃശ്യത വിരുദ്ധ പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ഏത് പ്രസ്ഥാനത്തിന് തുടക്കമായി കണക്കാക്കുന്നു? സംഘടിത അസ്പൃശ്യത വിരുദ്ധ പ്രസ്ഥാനം. വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്വഭാവം അഹിംസാത്മക സമരം. വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം. വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം. വൈക്കം സത്യാഗ്രഹം പ്രധാനമായി ആവശ്യപ്പെട്ട അവകാശം പൊതുവഴി സമത്വം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 30 മാർച്ച് 1924. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ അറസ്റ്റിലായ നേതാക്കൾ കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, ജോർജ് ജോസഫ്. വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യം അറസ്റ്റിലായ നേതാക്കൾ കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, ജോർജ് ജോസഫ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ്നാട് നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ്നാട് നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം നടന്ന കാലത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം നടന്ന കാലത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നടത്തിയ പ്രധാന നടപടി തിരുവിതാംകൂർ ഭരണാധികാരികളുമായി ചർച്ച നടത്തി. വൈക്കം സത്യാഗ്രഹം ഏത് പ്രസ്ഥാനത്തിന് പ്രചോദനമായി? ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്ര പ്രാധാന്യം കേരളത്തിലെ ആദ്യ സംഘടിത അസ്പൃശ്യത വിരുദ്ധ സമരം. താങ്ക് യു.